നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 748 748. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 748. ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ള കാണ്ഡത്തിൽ 20ാമത്തെ സർഗം. നൈരാശ്യം പരമം സുഖം. നൈരാശ്യമാണ് പരമമായ സുഖം എന്നാണ് അർത്ഥം വരിക. അപ്പോൾ അതിൽ 19 അവസാനത്തെ 2 വരും, 20 ആദ്യത്തെ 2 വരും കൂടിയിട്ടാണ് ഒരു ശ്ലോകം വരിക. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത്, അഴകാർന്ന ഈ വിധം ശോഭിക്കുവതിനില്ല എങ്കിലോ കാകങ്ങളും കഴുകനും കണ്ടാൽ കൊത്തി വലിച്ചിടും. നമ്മുടെ ശരീരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ജീവൻ പോയാൽ കാക്കകൾക്കോ കഴുകനോ ആഹാരമായി തീരാവുന്നതാണ്. എവിടെയെങ്കിലും പോയി വീട് മരിക്കും ആൾക്കാർ. അപ്പോൾ ഈ നൈരാശ്യം പരമം സുഖം എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇനി പറയണു, മുതുകല്ലാണ് മോന്തായം കഴുക്കോൽ വാരിയെല്ലുമാം. നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഘടനയെ പറ്റിയിട്ട് പറയാം. ഈ നട്ടെല്ല് ആണ് മോന്തായം. അത് കഴിഞ്ഞാൽ കഴുക്കോൽ വാരിയെല്ലുമാം. ഈ ശരീരമാകുന്ന പുരത്തിൻ്റെ വാരിയെല്ലുകൾ, നമ്മുടെ എന്താണെന്ന് പറയുക, ഈ 2 സൈഡിലുള്ളത്, അതാണ് കഴുക്കോല്. പിന്നെ പറഞ്ഞു, കൈകാൽ തൂണുകൾ, കയ്യും കാലും ഈ പുരത്തിൻ്റെ തൂണുകൾ താങ്ങി നിർത്തണം. തൂണുകൾ ചോർന്നീടും ദ്വാരം 8 9 ദ്വാരങ്ങൾ കൂടെ ഉള്ളിലുള്ളത് പലതും ചോർന്നു പോകുന്നു എന്നർത്ഥം. എയർ പാസേജുള്ള സ്ഥലമാണ്. അതായത് 2 നാസാധാരങ്ങൾ, 2 കണ്ണ്, 2 ചെവി, 6ആയി. ഈ വായ 1 7. പിന്നെ മലമൂത്ര വിസർജനം ചെയ്യണത് 2. അങ്ങനെ 7 2 9. അതാണ് 8 9 എന്ന് പറയാൻ കാരണം. വെൺമൂത്രപൂർണം തൊലിയും. ഈ ആമാശയത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഉള്ളിലെന്താ? വെൺമൂത്രപൂർണം, അമേധ്യം, പിന്നെ ചളി, മൂത്രവും. തൊലിയും രോമവും മേഞ്ഞൊരീ ഗൃഹം. ഈ ഗൃഹത്തിൻ്റെ ടൈൽസ്, അല്ല, ഈ മുകളിലത്തെ മാംഗ്ലൂർ ടൈൽസ് എന്താ ചോദിക്കണം, ഓട് കമത്തിയതാണോ കോൺക്രീറ്റ് ആണോ? അപ്പോൾ പറയണു, തൊലിയും രോമവും മേഞ്ഞൊരീ ഗൃഹം. തൊലിയും രോമവുമാണ് അല്ലേ? എന്നിട്ടോ, കാന്തനെന്നോർത്തു ഞാൻ കഷ്ടം കാൽ തിരുമ്പിരമിക്കയാം. കാന്തനെന്നോർത്ത്, കാന്തനാണോ? അല്ല. ആരാ നമ്മുടെ കാന്തൻ? ഐദർ സ്പൗസ് അല്ല. ശരിക്ക് കാന്തൻ എന്ന് പറഞ്ഞാൽ അവിടെ ഭർത്താവ് എന്നുള്ള അർത്ഥമുണ്ട്. അതിന് തന്നെ 2-3 അർത്ഥം പറയും. ഒന്ന് വിവാഹം ചെയ്തിട്ടുള്ള ആൾ, ഒന്ന് നമ്മുടെ ഹൃദയപത്മത്തിലുള്ള ഈശ്വരീയ ചൈതന്യമാണ് നമ്മുടെ കാന്തൻ. നമ്മളെ അട്രാക്റ്റ് ചെയ്യണതും നമ്മളെ നിരാകരിക്കണതും, നമ്മുടെ കർമ്മങ്ങളെ അട്രാക്റ്റ് ചെയ്യണതും നമ്മുടെ കർമ്മങ്ങളെ നിരാകരിക്കുന്ന കർമ്മങ്ങളൊക്കെ പാപം, ആകർഷിക്കുന്ന കർമ്മങ്ങളൊക്കെ പുണ്യം. അപ്പോൾ പാപപുണ്യങ്ങളാകുന്ന കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ കാരണം ഈ പാപപുണ്യങ്ങൾ. പാപം ദുഃഖമായിട്ടും പുണ്യം സുഖമായിട്ടും തോന്നും. എന്നാൽ ഇതാണോ ശരി? അല്ല. വി ആർ ഡിസ്റ്റൈൻഡ് ടു ബി എൻജോയിങ് ദി ആനന്ദം, പരമാനന്ദം. നമ്മൾ ജനിച്ചിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിൽ
ആത്മാരാമത്വത്തോടു കൂടി ഒരു എക്സ്റ്റേണൽ ഏജൻ്റ് ഇല്ലാതെ കണ്ട്, ഒരു വസ്തു ഇല്ലാതെ കണ്ട് തന്നിലെ വസ്തുവായിരിക്കുന്ന ആത്മാവിൽ രമിക്കാനാണ് നമ്മുടെ ഡെസ്റ്റിനി. പക്ഷേ അതിന് നമ്മൾ വേദാന്തങ്ങളുടെ അർത്ഥങ്ങൾ പഠിക്കാത്തത് കാരണം ആണ് പ്രശ്നങ്ങൾ മുഴുവൻ. കാന്തനെന്നോർത്തു ഞാൻ കഷ്ടം കാൽ തിരുമ്പി രമിക്കയാം, വിദേഹ നഗരത്തിങ്കൽ ഏവരും പുണ്യശാലികൾ. അപ്പോൾ ഈ വ്യഭിചാരം നടത്തി ജീവിക്കുന്നവൾ വൈരാഗ്യം വരുമ്പോൾ പറയാണ്, വിദേഹനഗരത്തിങ്കൽ ഏവരും പുണ്യശാലികൾ, ഭക്തിജ്ഞാനങ്ങൾ ഉൾത്തിങ്ങുന്നവരാണ് സമസ്തരും. എല്ലാവർക്കും ഭക്തിയും അറിവുണ്ട്. സത്സംഗലാഭ സൗകര്യം ഇത്രമേലുള്ള നാടിതിൽ. സത്സംഗത്തിന് ഇതിനേക്കാൾ പേര് കേട്ടിട്ടുള്ള ഒരു പട്ടണമില്ല. നിമിതൻ പാദപാംസുക്കൾ പതിയും പുണ്യഭൂമിയിൽ. നിമി ചക്രവർത്തി ആണ് ഭരിക്കണത്. നിമിതൻ പാദപാംസുക്കൾ, കാലിലെ പൊടിപടലങ്ങൾ, പതിയും പുണ്യഭൂമിയിൽ. ഞാനല്ലാതിൽ ഒരാൾ ഇത്ര നികൃഷ്ടഗതിയാർന്നവൾ. കാരണം എന്നെപ്പോലെ നികൃഷ്ടമായിട്ട് ശരീരം വിറ്റ് ജീവിക്കുന്ന വേറൊരാൾ ഈ വിദേഹ നഗരത്തിലില്ല. കാമകീടങ്ങൾ തൻ ചേർച്ച കാരണം കെട്ടുപോയവൾ. അവൾ കെട്ടുപോകാൻ, കേടുവരാനുള്ള കാരണം എന്താണെന്നാണ് പറഞ്ഞത്. കാമകീടങ്ങൾ തൻ ചേർച്ച കാരണം. സ്വർണവ്യാപാരിയാണെങ്കിലും രത്നവ്യാപാരിയാണെങ്കിലും ഇവരുടെയൊക്കെ മുതൽ വെച്ചിട്ടാണ് ഈ വേശ്യാസ്ത്രീ സമ്പന്നയായിട്ടുള്ളത്. പക്ഷേ ഭക്തിജ്ഞാന വൈരാഗ്യത്തിൻ്റെ ബേസ് നോക്കുകയാണെങ്കിൽ കാശ് കൊടുത്ത് ശരീരസുഖം അനുഭവിക്കുന്നവർ കീടങ്ങളെന്നാണ് പറഞ്ഞത്. ഇത് ഒരു 6, 8, 10, 12 വയസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമൂഹം രക്ഷപ്പെട്ടേനെ. ഈ റാഗിങ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. അതേമാതിരി മദ്യപാനം, ചൂതുകളി, കുതികാൽവെട്ട്, ഇതൊന്നും നടക്കില്ല. കാരണം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതൊന്നും ശരിയല്ല എന്നുള്ളത്. പഠിക്കാത്തത് കാരണം ഏതാ ശരി ഏതാ തെറ്റെന്ന് അറിയില്ല. അപ്പോൾ അവരവരുടെ മനസ്സിൽ തോന്നുന്നതിനെ ശരിയാക്കി ധരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? 13 വയസ്സുകായ സ്കൂൾ വിദ്യാർത്ഥി 16 വയസ്സായ തൻ്റെ സഹോദരിക്ക് പ്രഗ്നൻസി സമ്മാനം കൊടുക്കുക. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ആഘാതം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, കാമകീടങ്ങൾ തൻ ചേർച്ച കാരണം കെട്ടുപോയവൾ, സർവാഭീഷ്ടങ്ങളും പാരിൽ വാരി വർഷിക്കും അച്യുതൻ. ചുതിരഹിതനായിരിക്കുന്ന അച്യുതനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ, നമ്മളിലെ ഈശ്വരനെ നമ്മുടെ കാന്തനായിട്ട് നമ്മൾക്ക് കരുതാൻ സാധിച്ചാൽ അദ്ദേഹം കാലുവാരില്ല. കാരണം എന്താ? അദ്ദേഹത്തിന് ഒന്നും നേടാനില്ല ഈ ഭൂമിയിൽ. മാത്രമല്ല അദ്ദേഹം ചുതിരഹിതനാണ്, കേടുവരില്ല. കേടുവരാണ്ടിരിക്കാൻ കാരണം അദ്ദേഹത്തിന് ശരീരമില്ല എന്നുള്ളതാണ്. അദ്ദേഹം നമ്മുടെ ശരീരത്തിൽ എങ്ങനെ കുടികൊള്ളുന്നത്? ഒരു തേജോ പുഞ്ചം. അതാണ് ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ പ്രമാണം പറയും ചെയ്തു. അപ്പോൾ ആ സൂപ്പർ പവറാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറാണ് ഈശ്വരൻ, ആൾമൈറ്റി. അതുകൊണ്ടാണ് പറഞ്ഞത് സർവാഭീഷ്ടങ്ങളും പാരിൽ വാരി വർഷിക്കും അച്യുതൻ. എന്തൊക്കെ വേണോ അതൊക്കെ തരും. മാത്രമല്ല കമലാപതി കാർവർണ്ണൻ കരുണാനിധി. ഇങ്ങനെ കരുണാനിധിയാണ്, കാരുണ്യ കടലാണ്, കാരുണ്യ സാഗരനാണ്. കമലാപതി മഹാലക്ഷ്മിയുടെ ഭർത്താവായിരിക്കുന്ന ശ്രീ വിഷ്ണു, ശ്രീ മഹാവിഷ്ണു. കാർവർണ്ണൻ ശ്രീകൃഷ്ണൻ. കരുണാനിധി ഇങ്ങനെ നിത്യവും വിളയാടിക്കൊണ്ടരയിൽ തന്നെ വാഴവേ. നിത്യവും വിളയാടിക്കൊണ്ട്
അരികിൽ തന്നെ വാഴുകവേ എന്ന് പറഞ്ഞാൽ എന്താ? സോ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് അസ്, ഇൻഡൊള്ളറാണ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആളാണ്. അപ്പോൾ ആ ഇൻഡൊള്ളറെ നമ്മൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വിനയം വേണം. വിനയമുണ്ടെങ്കിൽ തല ഒന്ന് കുമ്പിടും. തല കുമ്പിട്ടാൽ അദ്ദേഹത്തിന് ഇഷ്ടമായി. അഹങ്കാരം കൊണ്ട് തല കുമ്പിടാത്തവർക്ക് അദ്ദേഹത്തിനെ അനുഭൂതി മണ്ഡലത്തിൽ പ്രാപിക്കാൻ പറ്റില്ല. അപ്പോൾ തന്നിലുള്ളത് എന്ന് പറയാൻ മാത്രം ഉള്ള സൂപ്പർ പവർ ഉണ്ടാവുമ്പോൾ ഞാൻ അനാഥനാണ്, എനിക്കൊരു കഴിവുമില്ല എന്ന് പറഞ്ഞത് ശുദ്ധ മൂഢത്തരായിട്ട് മാറും നമ്മൾക്ക്. ഇപ്പം നമ്മൾ തട്ടിവിടും, ഞാൻ അനാഥനാണ്. കാരണം എന്താ? നമ്മുടെ ഉള്ളിലുള്ള സൂപ്പർ പവറിനെ നമ്മൾ അറിയണില്ല. അതന്നെ, അതുകൊണ്ടാണ് പറഞ്ഞത് നിത്യവും വിളയാടിക്കൊണ്ടരികിൽ തന്നെ വാഴുകവേ ഇരപ്പാളികൾ തൻ മുന്നിൽ എത്രയാം കൈമലർത്തി ഞാൻ. അപ്പോൾ ഭഗവാനെ ആശ്രയിച്ച് ജീവിച്ച് അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിന് പാത്രമാവുന്നതിന് പകരം എരപ്പാളിയായിട്ട് പിച്ചക്കാരനെ പോലെ ഞാൻ, അതായത് ഈ സ്ത്രീ സർവാംഗ ഭൂഷണ അല്ലെങ്കിൽ പട്ട് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഋഷിമാരുടെ മനസ്സിനെ കൂടി ആകർഷിക്കാൻ തക്ക സൗന്ദര്യം ഉള്ള ഇവള് എരപ്പാളീനെ പോലെ കൈ കാണിക്കുകയാണ്. വരൂ വരൂ, നിങ്ങളുടെ കയ്യിലുള്ള കാശ് എനിക്ക് തരൂ, നിങ്ങൾ എൻ്റെ ശരീരം സ്വീകരിച്ചോളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇരപ്പാളികൾ തൻ മുന്നിൽ എത്രയാം കൈമലർത്തി ഞാൻ. ഹാ കഷ്ടം, അത് ചിന്തിച്ചു ഫലമില്ലൊരു ലേശവും. കഴിഞ്ഞുപോയ കാര്യത്തിനെ പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു കൊണ്ടൊരു കാര്യമില്ല. ഇപ്പം എന്തുണ്ട് അല്ലേ? ഹാ കഷ്ടം, അത് ചിന്തിച്ചു ഫലമില്ലൊരു ലേശവും. മർത്യനോ ദേവനോ കാമ്യങ്ങളാം മറ്റു പദാർത്ഥമോ. ദേവന്മാരായിക്കോട്ടെ, മർത്യൻ മരണം സ്വാഭാവികമുള്ളവരായിക്കോട്ടെ, കാമ്യങ്ങളാം മറ്റു പദാർത്ഥമോ യഥാർത്ഥ സുഖമേകില്ല നിഖിലേശ്വരനെന്നിയെ. ഈ ഒരു ഫാക്ട് നമ്മുടെ മനസ്സിൽ പതിയണം. എന്താ പറഞ്ഞതിൻ്റെ താല്പര്യം? യഥാർത്ഥ സുഖമേകില്ല, യഥാർത്ഥ സുഖമേകില്ല. ആരെ? നിഖിലേശ്വരനെന്നിയെ, സാക്ഷാൽ ജഗന്നിവാസനല്ലാതെ കണ്ട് യഥാർത്ഥ സുഖമേകില്ല. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ പ്രിട്ടൻഡഡ് ടു ബി എന്ന് പറഞ്ഞെന്താ? നടിക്കുകയാണ്. ഓ ഞാൻ സുഖം, ഞാൻ 5 സ്റ്റാർ എന്നാണ് ഊണ് കഴിച്ചത്, വൈകുന്നേരത്തെ സപ്പർ 7 സ്റ്റാർ എന്നാണ്. പ്രമോഷനുണ്ടോ? കാലം കൊണ്ടു നശിക്കുന്നതല്ലാതൊന്നുമില്ലൊരിടവും. എന്തൊക്കെയുണ്ട്? ശരീര സൗന്ദര്യം, പണം, പത്രാസ്, വീട്, ബംഗ്ലാവ്, കാറ്, ഇതൊക്കെ കാലം കൊണ്ട് നശിക്കുന്നതാണ്. കാലം കൊണ്ട് നശിക്കാത്തതും കാലം കൊണ്ട് വർദ്ധിക്കുന്നത് ഏതാ? ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങൾ. ഭക്തി എന്ന് പറഞ്ഞാൽ നിഷ്കാമകർമ്മത്തോടെ മോക്ഷത്തെ പ്രാപിക്കുക. നാരായണ 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 സദാസമയം ജപിക്കുന്നേ. അത് ഈസിയാണ്, 10 പൈസ ചിലവില്ല. പക്ഷേ അടുത്തവൻ്റെ വീട്ടിലുള്ള സൗകര്യമൊക്കെ എനിക്ക് വേണമെന്ന് ശാഠ്യം പിടിക്കുമ്പോഴാണ് നമ്മൾ കുത്തുവാളി എടുക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് കാലം കൊണ്ടു നശിക്കുന്നതല്ലാതൊന്നുമില്ലൊരിടവും സ്വപ്നത്തിൽ അല്പം ജാഗ്രതയിലധികം മാത്രം ഈ വിധം. സുഖം 2 തരമുണ്ട്. സ്വപ്നത്തിലെ സുഖം അത് അല്പമാണ്, ജാഗ്രതയിൽ അധികമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെയും കൊണ്ടേ പോവുള്ളൂ. നമ്മുടെ ശരീരം പിണമാവുന്നത് വരെ നമ്മൾക്ക് സുഖമുണ്ടെന്ന് തോന്നും. സത്യത്തിൽ അത് സുഖമല്ല, വേദനയാണ്. അപ്പോൾ സ്വപ്നത്തിൽ അല്പം ജാഗ്രതയിൽ അധികം മാത്രം ഈ വിധം കേവലം കാലദൈർഘ്യത്താൽ, കേവലം കാലദൈർഘ്യത്താൽ, കാലത്തിൻ്റെ സഞ്ചാരം. കളവെങ്ങിനെ സത്യമാം. എത്ര കാലം കഴിഞ്ഞാലും കളവ് എങ്ങനെ സത്യമാകും?
വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ. തലനരച്ചത് കൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകൾ ശരിയാവില്ല, അത് തെറ്റായിട്ട് തന്നെ കിടക്കും. അതറിയിക്കുന്ന ഒരു വേവലാതി ഈശ്വരൻ എനിക്ക് തരാതെണ്ടിരിക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? കളവ് നടത്താതെണ്ടിരിക്കണം. എന്തിന്? ശരീരത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി, വിശന്നിട്ടാണെങ്കിലും ശരി. കേവലം കാലദൈർഘ്യത്താൽ കളവ് എങ്ങനെ സത്യമാം, ആകയാൽ ഇനി അമ്മട്ടുള്ളവയെ തേടുകില്ല ഞാൻ. ആ വ്യഭിചാരിണി സ്വയം ഒരു തീരുമാനമെടുത്തു. ആകയാൽ ഇനി അമ്മട്ട് ഉള്ളവയെ തേടുകില്ല ഞാൻ. ആ ഒരു റെസൊല്യൂഷൻ സോ ക്ലീൻ. പറഞ്ഞോ? ഉള്ളിൽ ഊർന്ന വികാരത്തിൻ നിറമാർന്ന പലേതരം രൂപങ്ങൾ പൂണ്ടു ഭർത്താവും ഭാര്യയും മറ്റും ആവിധം. ഭാര്യയും ഭർത്താവും ആവിധം രൂപങ്ങൾ പൂണ്ടു. അച്ഛനായി, അമ്മയായി, ചെറിയച്ഛനായി, വലിയച്ഛനായി, അളിയനായി, ഇങ്ങനെ പലതരത്തും അമ്മായിയായിട്ട് അങ്ങനെ. അപ്പോൾ ഉള്ളിലൂർന്ന വികാരത്തിൻ നിറമാർന്നു പലേതരം രൂപങ്ങൾ പൂണ്ടു ഭർത്താവും ഭാര്യയും മറ്റും ആവിധം. നേരിൻ്റെ രശ്മിയാൽ മാത്രം ഇളകിയിടും ജഡങ്ങളെ വിഷ്ണുമായ പ്രപഞ്ചത്തിൽ വിചിത്ര ഘടകങ്ങളെ. ഈ ശരീരം പിണമായാൽ നേരിൻ്റെ രശ്മിയാൽ, നേരിൻ്റെ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ നടത്തും മാത്രം ഇളകിയിടും ജഡങ്ങളെ വിഷ്ണുമായ പ്രപഞ്ചത്തിൽ വിചിത്ര ഘടകങ്ങളെ. ആശ്ചര്യജനകമായിട്ടുള്ള പദാർത്ഥങ്ങളെ, ഘടകങ്ങളെ. മുഖം മിനുക്കി മുടിയും ചീകി നിർലജ്ജമങ്ങനെ പട്ടും പുതച്ചിളകും കൊണ്ടണയും നരകങ്ങളെ. ഇന്നത്തെ നിലയിൽ ശരിയാണ് എന്ന് തോന്നുന്ന പലതും ഇതേപോലെയാണ്. മുഖം മിനുക്കി മുടിയും ചീകി നിർലജ്ജം, ലജ്ജയില്ലാണ്ട് അങ്ങനെ പട്ടും പുതച്ച് ഇളിച്ചും കണ്ടവരനൊക്കെ ചിരിക്കുക കൊണ്ടണയും നരകങ്ങളെ. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? നരകങ്ങളാ. എന്നിട്ടോ പുരുഷാകൃതി പൂണ്ടെന്നെ കൊത്തി തിന്നും കഴുക്കളെ. ഈ ഒരു ശ്ലോകം 1 കോടി രൂപയുടെ വിലയുണ്ട്. ഒരു പെൺകുട്ടി ഒരു 10 വയസ്സിൽ പഠിക്കണം. പുരുഷാകൃതി പൂണ്ടെന്നെ കൊത്തി തിന്നും കഴുക്കളെ. വിവാഹം ഇതര ബന്ധങ്ങളൊക്കെ ഇതേമാതിരിയാണ് പറഞ്ഞത്. പുരുഷാകൃതി പൂണ്ടെന്നെ കൊത്തി തിന്നും കഴുക്കളെ. ഉത്കർഷേശ്ച കെടുത്തിയിടും അവറ്റകളെ മേലിൽ ഞാൻ. ഉത്കർഷേശ്ച കെടുത്തിയിടും. ശ്രേഷ്ഠമായ ജീവിത സംവിധാനം നശിപ്പിക്കുന്ന ഘടകമാണത്, നരകം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ. ഉത്കർഷേശ്ച കെടുത്തിയിടും മറ്റവകളെ മേലിൽ ഞാൻ തൊടുകയില്ലനി. ഞാൻ തൊടില്ല ഇനി. നാഥൻ്റെ മധുരസ്മിത സുന്ദരം ശ്രീമുഖം കണ്ടു സംശുദ്ധിയാർ നേടേണ്ടുന്ന കൺകളാൽ. എൻ്റെ കൺകൾ എന്തിന് വിധിച്ചിട്ടുള്ളതാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി. ഏതാ? തൊടുകില്ലനി നാഥൻ്റെ മധുരസ്മിത സുന്ദരം ശ്രീമുഖം കണ്ടു സംശുദ്ധിയാർ നേടേണ്ടുന്ന കൺകളാൽ. രാമായണം തുടർന്നുള്ള പരിപാവന സൂക്തികൾ ആസ്വദിക്കേണ്ടതാം കാതിൽ കടത്തില്ല അന്യവാർത്തകൾ. എവിടെ ആന ഓടി, എവിടെ എത്ര ആൾ മരിച്ചു, എത്ര ആൾ ആസ്പത്രിയിലുണ്ട്, ഇതേമാതിരിയുള്ള വാർത്തകൾ ഫീഡ് ചെയ്യരുത്. അതിന് പകരം രാമായണം വായിക്കുക, പഠിക്കുക. അതിലുള്ള റിലേഷൻഷിപ്പ് അത് മനസ്സിലാക്കി ജീവിക്കുക. അത് മനസ്സിലാക്കി ജീവിച്ചാൽ ഏടാകൂടങ്ങളിൽ പെടാണ്ട് വരാം, രക്ഷപ്പെടാം. രാമായണം തുടർന്നുള്ള പരിപാവന സൂക്തികൾ ആസ്വദിക്കേണ്ടതാം കാതിൽ കടത്തില്ല അന്യവാർത്തകൾ. ഭഗവത് ധ്യാനശീലത്താൽ ഏതാ പഠിക്കേണ്ടത്? നമ്മൾ 6, 8, 10, 12 വയസ്സുകളിൽ ഭഗവത് ധ്യാനശീലങ്ങൾ പഠിച്ചിരിക്കണം.
ഭഗവാനെ എങ്ങനെ ധ്യാനം ചെയ്യും? എന്നാൽ ഈ അപകടങ്ങളൊന്നും വരില്ല. അപ്പോൾ ഭഗവദ്ധ്യാനശീലത്താൽ വിളങ്ങേണ്ടും മനസ്സിതിൽ വെറും ബാഹ്യവിചാരങ്ങൾ കൊണ്ടു മാലിന്യമേറ്റിടാം. ബാഹ്യവിചാരങ്ങളെ കൊണ്ട് ഞാൻ മാലിന്യം ഏറ്റില്ല എന്നർത്ഥം. അല്ലെങ്കിൽ എന്തിനവരെ പഴിക്കുന്നതു പാടിൽ ഞാനിപ്പോൾ എന്തിനാ മറ്റുള്ളവരെ ദുഷിപ്പിക്കണത്? എൻ്റേൽ വന്ന ഒരു കുറ്റമല്ലേ അത്? തങ്ങൾ തൻ കണ്ണടയ്ക്കൊത്താം കാൺമതേതും ഏവനും. വലിയൊരു സത്യസന്ധമായിട്ടുള്ളൊരു വേദാന്ത രഹസ്യമാണ് പറഞ്ഞത്. തങ്ങൾ തൻ കണ്ണടയ്ക്കൊത്താം. എൻ്റെ കണ്ണട ഡേ ആൻഡ് ലൈറ്റ് ആണെങ്കിൽ സൂര്യരശ്മികൾ കമ്മിയാവും. അത് എനിക്ക് മാത്രമേ ഉള്ളൂ. ഡേ നൈറ്റ് കണ്ണട ഉപയോഗിക്കാത്തവർക്ക് നല്ല ചൂടാണ്. കൂളിംഗ് ഗ്ലാസ് വെച്ചവന് മാത്രമല്ലേ കൂളിംഗ് അനുഭവപ്പെടുള്ളൂ. അപ്പോൾ തങ്ങൾ തൻ കണ്ണടയ്ക്കൊത്താം കാൺമതേതും ഏവനും യഥാർത്ഥ സൗഭകം കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതേവരെ. സൗഭകം, ഈ ശരീരം ഈശ്വരോപാസനയ്ക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ കേമായി. അതിന് തന്നെ സൗഭകം എന്ന് പറഞ്ഞത്. ശങ്കരാചാര്യരെ നമ്മൾ എത്ര ദൂരത്തു നിന്നാണെങ്കിലും വീണ് നമസ്കരിക്കണം. നാരായണ ഗുരുവിനെ, ചട്ടമ്പി സ്വാമികളെ, ഇങ്ങനെ ആരൊക്കെ ഗുരുഭൂതന്മാരായി തീർന്നിട്ടുണ്ട്. യഥാർത്ഥ സൗഭകം കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതേവരെ. പൂമാല കണ്ടാം പാമ്പെന്നു പേടിച്ചിതിരുളിങ്കൽ ഞാൻ. പൂമാല കണ്ട പാമ്പാണെന്ന് പേടിച്ച് ഇരുട്ടിൽ ഞാൻ ഭഗവത് സൃഷ്ടി സൗന്ദര്യമറിഞ്ഞിടാതെ കേവലം. ഒരൊറ്റ വരികയാണ്. ഭഗവത് സൃഷ്ടി സൗന്ദര്യം, ഭഗവാന്റെ ലീലാവിനോദങ്ങൾ സൺറൈസ് സമയത്ത്, സൺസെറ്റ് സമയത്ത് എങ്ങനെ പലതരങ്ങളിലുള്ള കാഴ്ചകൾ നമ്മൾ ആകാശത്തിൽ വിസ്മയപ്പെടുത്തണം. നമ്മൾ അതൊക്കെ ക്യാമറയിൽ ഒപ്പിയിട്ട് അല്ലെങ്കിൽ ചിത്രമാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അത്രയും വലിയ ബിരുദാണ് ഭഗവാന്റെ. യഥാർത്ഥ സൗഭകം കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതേവരെ. പൂമാല കണ്ടാം പാമ്പെന്നു പേടിച്ച് ഇരുളിങ്കൽ ഞാൻ. ഭഗവത് സൃഷ്ടി സൗന്ദര്യം അറിഞ്ഞിടാതെ കേവലം വെറും വൈരൂപ്യങ്ങൾ കണ്ട് മോഹമാർന്നത് ഇതേവരെ ഞാൻ എന്ത് ചെയ്തു? ഈ സൗന്ദര്യമാണ് ബ്രഹ്മം എന്ന് വിചാരിച്ച് കഴിഞ്ഞുതാ. പക്ഷെ അതല്ല. ഈ ശരീരത്തിൽ അംഗപ്രത്യംഗങ്ങൾ പ്രവർത്തിക്കുന്നത് ജഗദീശ്വരൻ ഈ ശരീരത്തിൻ്റെ സെൻറ്ററാണ്. അങ്ങനെ തന്നെ പറയണം. വെറും വൈരൂപ്യമാം കണ്ടു മോഹമാർന്ന് അത് ഇതേവരെ കഴിഞ്ഞല്ലോ കമലാകാന്ത. ചെറിയൊരു കഫത്തിൻ്റെ കുഴപ്പമുണ്ട്. അപ്പം എന്താ പറഞ്ഞത്? കഴിഞ്ഞല്ലോ, ശരിയല്ലേ? കഴിഞ്ഞല്ലോ കമലാകാന്ത മഹാവിഷ്ണുവേ, ഞാനിതാ മർത്യജന്മത്തെ മിന്നിച്ചിടേണ്ടും സൗഭാഗ്യശാലികൾ യുവാക്കൾ നിത്യദാരിദ്ര്യം വരിച്ചു വഴി നീളവേ. തന്നിലുള്ള ചൈതന്യവുമായിട്ട് സമരസപ്പെട്ടു പോവുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ദാരിദ്ര്യം ഉണ്ടെങ്കിലും അയാളുടെ മാനസികാവസ്ഥ പരമാനന്ദമായിരിക്കും. അപ്പോൾ കോടീശ്വരനാണെങ്കിലും ആത്മീയ ചൈതന്യത്തിൽ രമിക്കാൻ സാധിക്കാതെ കണ്ടിരുന്നാൽ അവൻ കുത്തുപാള എടുത്തവനെ ഒക്കും. കുത്തുപാള കയ്യിലേന്തി നടക്കുന്നവനാണെന്ന് വിചാരിക്കാം. അപ്പോൾ വെറും വൈരൂപ്യമാം മോഹമാർന്നതിതേവരെ കഴിഞ്ഞല്ലോ കമലാകാന്ത. ഞാനിതാ പവിത്രമാം ജീവിതം ഒന്നാരംഭിക്കുകയാം പ്രഭു. ഞാൻ മൂലം എത്രയാം പുണ്യനാട് ഇതിങ്കൽ പിറന്ന പേർ. അവർ എന്നെ ഒരു എന്താ പറയുക, ഒരു തൃപ്തികേടുകൊണ്ടാണ് എന്നെ നോക്കണത്.
മർത്യജന്മത്തെ മിന്നിച്ചിടേണ്ടും സൗഭാഗ്യശാലികൾ യുവാക്കൾ നിത്യദാരിദ്ര്യം വരിച്ചു വഴി നീളവേ. എൻ്റെ കയ്യിൽ വന്നാൽ ഞാൻ എല്ലാം അടിച്ചു മാറ്റും. ശരീരം വിറ്റ് പിന്നെ ജീവിക്കുന്നവൾ. അതുകൊണ്ട് യുവാക്കൾ നിത്യദാരിദ്ര്യം വരിച്ചു വഴി നീളവേ അലഞ്ഞു തെണ്ടുമാറായതങ്ങും ഇങ്ങ് അസ്ഥിശേഷരായി എന്ന് പറഞ്ഞാൽ എല്ലും തോലുകയായി അവരൊക്കെ. അവരുടെ ധനമൊക്കെ ഞാൻ അപഹരിച്ചു. കുറച്ച് നേരം എൻ്റെ ശരീരം അവരാസ്വദിച്ചു. അവർക്ക് കിട്ടിയതെന്താ? അസ്ഥിശേഷമായി. ടി വിയോ അതേമാതിരി മാരകമായ അസുഖങ്ങൾ വന്ന് നീക്കാൻ വയ്യാണ്ട്, സംസാരിക്കാൻ വയ്യാതെ കണ്ട്, ചലിക്കാൻ സാധിക്കാതെ കണ്ട് അലഞ്ഞു തെണ്ടുമാറായതങ്ങും ഇങ്ങ് അസ്ഥിശേഷരായി തപസ്സും ഭക്തിയും മറ്റും കെടുത്തി ഈശ്വരതുല്യരെ. അവര് ശരിക്കുള്ള ഈശ്വരതുല്യരായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റം എന്നാണ് പറയണത്. എത്ര പേരുകളെ യാം തീരെ നശിപ്പിച്ചതുമാവിധം. എൻ്റെ ലക്ക് കെട്ട ജീവിതത്തിൽ എത്ര പേരെ ഞാൻ ദരിദ്രനാക്കിയിട്ടുണ്ട്. എത്ര പേരുകളെ ആം തീരെ നശിപ്പിച്ചതുമാവിധം മുഴുത്തൊരപരാധങ്ങൾ അളവില്ലാതെ ചെയ്യലും മുഴുത്തൊരപരാധങ്ങൾ അളവില്ലാതെ ചെയ്യലും മുൻകണക്കുകൾ നോക്കാതെ കൈക്കൊള്ളും കരുണാനിധി. എൻ്റെ ഹിസ്റ്ററി ഭഗവാൻ അറിയാം. പക്ഷേ ഞാൻ 100% ഭഗവാനിലേക്ക് തിരിയ കാരണം ഭഗവാൻ പലതും റൈറ്റ് ഓഫ് ചെയ്യും. എനിക്കറിയാം എന്നാണ് പറഞ്ഞത്. മുൻകണക്കുകൾ നോക്കാതെ കൈക്കൊള്ളും കരുണാനിധി. പാർത്തട്ടിൽ അവിടുന്നല്ലാതെ ആരുണ്ട് ഈ വിധമാകയാൽ. എന്നെ രക്ഷിക്കാനുള്ള കൽപ്പ് ആർക്കുള്ളൂ? ഈശ്വരന് മാത്രമേ ഉള്ളൂ. ഇന്നോളവും ഞാൻ ചെയ്തുള്ള പാപങ്ങൾക്കൊക്കെയും പ്രഭോ പ്രാർത്ഥിക്കുകയാണ്. ഇന്നോളവും ഞാൻ ചെയ്തുള്ള പാപങ്ങൾക്കൊക്കെയും പ്രഭോ പ്രായച്ചിത്തം വിധാനാഥാം. നിൻ തൃപ്പദാംബുജങ്ങളിൽ ഞാൻ അങ്ങയുടെ തിരുവാദപത്മങ്ങളിൽ എന്തു ചെയ്യണമെന്നാണ് പറയാൻ പോണത്. നമസ്കരിച്ചിടുകയാണ് ഇനി നിൻ ദാസിയാണു ഞാൻ. ഇതുവരെ ഞാൻ സമ്പന്നരുടെ ദാസിയായിരുന്നു. ഇന്നു മുതൽ ഞാൻ അവരുടെ ദാസിയല്ല, മറിച്ച് ചുതിരഹിതനായിട്ട് കാരുണ്യക്കടലായിട്ട് വസിക്കുന്ന അങ്ങയുടെ തിരുപാദ പത്മദാസനാണ് ഞാൻ. ഇതാണ് പിന്നെ ഈ ശരീരം വിറ്റ് തിന്നുന്നവള് പറഞ്ഞത്. അതായത് പിങ്കള എന്നാണല്ലോ അവളുടെ പേര്. അതുകൊണ്ട് പറയുന്നു, നമസ്കരിച്ചിടുകയാണ് ഇനി നിൻ ദാസിയാണു ഞാൻ. അവിടുന്ന് ഈ വിധം ചെയ്ത മഹാകാരുണ്യവായ്പിനാൽ. അപ്പോൾ വിഷം കൊണ്ടിറക്കണം എന്ന് പറഞ്ഞ മാതിരി ഭഗവാൻ നാം അറിയാതെ കണ്ട് ചെയ്തു കൂട്ടിയിട്ടുള്ള പാപപങ്കിലമായ അവസ്ഥകൾക്ക് യഥോചിതമായ അവസ്ഥകളെ നമ്മളെ തന്ന് നമ്മൾക്ക് റിപ്പൻറ്റ് ചെയ്യാൻ സാധിക്കണം. ഇനി മേലിൽ ഞാൻ തെറ്റ് ചെയ്യില്ല, അതിനാണ് റിപ്പൻറ്റ് ചെയ്യാന്ന് പറയാം. അതുകൊണ്ട് റിപ്പൻറ്റൻസ്. ഇനിമേലുള്ള കാലം ഞാൻ ആത്മാവും ഹിതകാരിയും നിത്യ ഭർത്താവുമായി തന്നെ വാഴുമെൻ പ്രിയകാന്തനെ. ഞാൻ അങ്ങയിൽ എല്ലാവിധ ആശ്രയങ്ങളും വെച്ച് ഇനിമേലുള്ള കാലം ഞാൻ ആത്മാവും ഹിതകാരിയും നിത്യഭർത്താവുമായി തന്നെ വാഴുമെൻ പ്രിയകാന്തനെ. ഏതേത് ജന്മാണെങ്കിലും ഭഗവാനാണ് എൻ്റെ ഭർത്താവ് എന്ന നിലയ്ക്ക് ഞാൻ പെരുമാറിക്കൊള്ളാം എന്നാണ് പറഞ്ഞത്. എന്നിട്ടോ നിത്യഭർത്താവുമായി തന്നെ വാഴുമെൻ പ്രിയകാന്തനെ വേറിടാതെന്നും ഉള്ളിൽ താൻ വിളങ്ങും വിശ്വനാഥനെ. ഏതേത് അവസ്ഥകളിലും നമ്മളെ വിട്ടുപിരിയാത്ത ശരിയായ ചങ്ങാതി ആരാണ്? ഭഗവാൻ.
വേറിടാതെന്നും ഉള്ളിൽ താൻ വിളങ്ങും വിശ്വനാഥനെ പാതിവൃത്യം തുടർന്നുള്ള മികച്ച സുഗുണങ്ങളാൽ ഏറ്റവും വലിയ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമുള്ളത് പാതിവൃത്യം എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തിനെ മറ്റുള്ളവർക്ക് വിൽക്കാതെ വേണ്ടിയിരിക്കൽ തന്നെ. എന്നിട്ടോ പാതിവൃത്യം തുടർന്നുള്ള മികച്ച സുഗുണങ്ങളാൽ വശീകരിച്ചു സർവസ്വം അർപ്പിച്ചും രമ പോലെ ഞാൻ എങ്ങനെ ജീവിക്കും, മഹാലക്ഷ്മി എങ്ങനെ ജീവിക്കണ്ടേ, വശീകരിച്ചു സർവസ്വം അർപ്പിച്ചും രമ പോലവേ ആനന്ദമഗ്നനായി തന്നെ മേവും പാർ കൊണ്ട നാടിതിൽ പേര് കേട്ടിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഈ നാട്ടിൽ ആനന്ദമഗ്നനായി തന്നെ മേവും പേർ കൊണ്ട നാടിതിൽ എന്ന് പറഞ്ഞിട്ടാണ് നിർത്താൻ പോണത്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ മേൽക്കുമേൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ നിത്യപ്രാർത്ഥന എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമസ്കാരം. നാളെ കാണാം.